പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പ്രാദേശിക തലം മുതൽ ആഗോളതലത്തിൽ വരെ വൻ ചർച്ചാ വിഷയമായി തുടരുകയാണ്. നിരവധി വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴി തുറക്കുന്ന ട്രംപിന്റെ ഈ ഒരു കടുത്ത നിലപാടിനോട് പൊരുതുക മാത്രമാണ് ലക്ഷ്യമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഗാസ വാങ്ങിക്കുന്നതിനും സ്വന്തമാക്കുന്നതിനും അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള തന്റെ നിലപാട് ആവർത്തിക്കുകയാണ് ട്രംപ്. കൂടാതെ ഗാസയിലെ ഭൂമിയുടെ ഒരു ഭാഗം മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് പുനർനിർമ്മിക്കാൻ അനുവദിക്കുമെന്നും അമേരിക്കൻ സഹായത്തോടെ തന്നെ ഗാസയുടെ ഒരു ഭാഗം മിഡിൽ ഈസ്റ്റിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് നിർമ്മിക്കുന്നതിനായി നൽകാൻ താൻ തീരുമാനിച്ചതായും ഇതിൽ നിന്ന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. എന്നാൽ അത് സ്വന്തമാക്കാനും പിടിച്ചെടുക്കാനും ഹമാസ് പിന്നോട്ട് നീങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാനായി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും തിരികെ പോകാൻ കഴിയില്ല, ആ സ്ഥലം ഒരു പൊളിക്കാനുള്ള സ്ഥലമാണ്, ബാക്കിയുള്ളവ ഉടൻ തന്നെ പൊളിച്ചു മാറ്റപ്പെടും, എല്ലാം പൊളിച്ചു മാറ്റിയെന്ന് ട്രംപ് പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ചില പലസ്തീൻ അഭയാർത്ഥികളെ അമേരിക്കയിൽ അനുവദിക്കാനുള്ള സാധ്യതയും താൻ തുറന്നിട്ടുണ്ടെന്നും എന്നാൽ അത്തരം അഭ്യർത്ഥനകൾ തന്റെ ഭരണകൂടം അത് കേസ് ടു കേസ് അടിസ്ഥാനത്തിൽ പരിഗണിക്കുമെന്നും ട്രംപ് ഉറപ്പു നൽകി. പലസ്തീൻ അഭയാർത്ഥികൾക്ക് ഇളവ് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ആഴ്ച ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുകയും വൻതോതിലുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്ന ആശയം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഏത് അധികാരത്തിന് കീഴിലാണ് ട്രംപ് ഗാസ ഏറ്റെടുക്കുന്നത് എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഞങ്ങൾ ഗാസ സ്വന്തമാക്കുകയും സ്ഥലത്തുള്ള എല്ലാ അപകടകരമായ പൊട്ടാത്ത ബോംബുകളും മറ്റ് ആയുധങ്ങളും പൊളിച്ചു മാറ്റുന്നതിന് ഉത്തരവാദികളായിരിക്കുമെന്നും ട്രംപ് ആ കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചിരുന്നു. കൂടാതെ ഗാസയിൽ സാമ്പത്തിക വികസനം സൃഷ്ടിച്ച് ജനങ്ങൾക്ക് പരിധിയില്ലാതെ തൊഴിലവസരങ്ങളും പാർപ്പിടവും നൽകണമെന്നാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പലസ്തീനികളെ മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ച ശേഷം മാത്രമേ ഗാസ മുനമ്പിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് താൻ ആലോചിക്കുകയുള്ളൂ എന്നും ട്രംപ് പറഞ്ഞതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കണമെന്നും പലസ്തീനികളെ സ്ഥിരമായി പുനരധിവസിപ്പിച്ച് പ്രദേശം മധ്യേഷ്യയുടെ റിവിയേരയാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ തന്നെ ഈ ഒരു പുതിയ പ്രസ്താവന വന്നത്. ഇതാണ് നിലവിൽ ആഗോളതലത്തിൽ വരെ പ്രതിഷേധത്തിന് കാരണമായതും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധിവരെ ചില ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമെങ്കിലും എന്നാൽ പിന്നീട് പറഞ്ഞ പ്രസ്താവനയെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് മിക്ക ആളുകളും വ്യക്തമാക്കുന്നത്. ഗാസ മുനമ്പ് അമേരിക്ക ഒരു ദീർഘകാല ഉടമസ്ഥാവകാശ നിലപാട് താൻ കാണുന്നുണ്ടെന്ന ട്രംപിന്റെ വാക്കുകളാണ് പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. എന്നാൽ ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് അത് തള്ളിക്കളയാതെ ഗാസയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായതെല്ലാം ഞാൻ ചെയ്യുമെന്നും ഗാസ സന്ദർശിക്കാനുള്ള ചില സാധ്യതയെക്കുറിച്ചുമാണ് അദ്ദേഹം സൂചന നൽകിയത്. കൂടാതെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗാസ ഇസ്രായേൽ അമേരിക്കയ്ക്ക് കൈമാറുമെന്നും ആ പ്രദേശത്തെ ജനങ്ങളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഭൂമിയിൽ US സൈനികരുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. അതേസമയം ഗാസ നിവാസികൾക്ക് കുടിയേറാൻ ഇസ്രായേൽ തയ്യാറെടുപ്പുകൾ നടത്തിയതിനു പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഒരു പരാമർശങ്ങൾ വന്നത്. ഇതും ചില ആശങ്കകൾക്ക് കൂടെ കാരണമാകുന്നു. ഈ ഒരു സംഭവത്തിൽ മിക്ക ആളുകൾക്കും അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിലും ട്രംപിന്റെ ഗാസ പദ്ധതിക്ക് ഇസ്രായേൽ തയ്യാറാണെന്നും ജോലി ചെയ്യാൻ തയ്യാറാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിന് പിന്തുണ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഹമാസിലേക്ക് വരുമ്പോൾ ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങളെ ഹമാസ് പൂർണ്ണമായും തള്ളുകയാണ്. ഗാസ വിൽക്കാനും വാങ്ങാനുമുള്ള ഒരു സ്വത്തല്ല, അത് നമ്മുടെ അധിനിവേശ പലസ്തീൻ ഭൂമിയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് ഹമാസ് ട്രംപിന് നല്ല മറുപടി നൽകിയത്. കൂടാതെ പലസ്തീനികൾ കുടിയിറക്കൽ പദ്ധതികൾ പരാജയപ്പെടുത്തുന്നുവെന്നും 1948 ഇസ്രായേൽ സൃഷ്ടിക്കപ്പെട്ട സമയത്ത് പലസ്തീനുകളുടെ കൂട്ട കുടിയിറക്കം ഉണ്ടായതും അങ്ങനെ 1967 ഇസ്രായേൽ ഗാസ മുനമ്പ് പിടിച്ചെടുക്കുകയും 2005 കുടിയേറ്റക്കാരെയും സൈന്യത്തെയും പിൻവലിക്കുന്നതുവരെ പ്രദേശത്ത് സൈനിക സാന്നിധ്യം നിലനിർത്തിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹമാസ് ട്രംപിന്റെ ഈ നിലപാടിനെ തള്ളിക്കളഞ്ഞത്.